ജുജുത്സു കൈസനിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്കാണ് ബ്ലാക്ക് ഫ്ലാഷ്. ഇപ്പോൾ ജുജുത്സു കൈസൻ സീറോയിലാണെങ്കിലും സീരീസിലെ 2 സീസണിലാണെങ്കിലും പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണ് വലിയൊരു സംഭവമായിട്ട് കണക്കാക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിനെ ഒരു ഫിനോമിനൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം ബ്ലാക്ക് ഫ്ലാഷ് തനിയെ സംഭവിക്കുന്ന ഒന്നാണ്. അത് ആർക്കും വോളണ്ടറി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഒരു ഫിസിക്കൽ അറ്റാക്ക് ചെയ്ത് 1 millionth of a second ഗ്യാപ്പിൽ കേഴ്സ്ഡ് എനർജി റിലീസ് ചെയ്യുമ്പോഴാണ് ബ്ലാക്ക് ഫ്ലാഷ് സംഭവിക്കുന്നത്. 1 millionth എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ സെക്കൻഡ്, അതായത് 0.0000001 സെക്കൻഡ്. ഹിറ്റ് ചെയ്യുന്നതിന് മുമ്പോ ഹിറ്റ് ചെയ്യുമ്പോഴോ അല്ല, ഹിറ്റ് ചെയ്ത് 1 മൈക്രോ സെക്കൻഡിന് ശേഷമാണ് കേഴ്സ്ഡ് എനർജി റിലീസ് ചെയ്യേണ്ടത്. പക്ഷേ ഇത്രയും ഫാസ്റ്റായിട്ട് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് വോളണ്ടറി ആയിട്ട് ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. നോട്ട് ഈവൻ ഗോജോ. പക്ഷേ ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ കേഴ്സ്ഡ് എനർജി കറുത്ത കളറിൽ ഫ്ലാഷ് ആവും. അതുകൊണ്ടാണ് ആ ഒരു പേര് കിട്ടിയത്. അതുമാത്രമല്ല, ആ ഒരു ഹിറ്റിന്റെ പവർ 2.5ന്റെ പവർ ആയിട്ട് ഇൻക്രീസ്ഡ് ആവും. 2 ഇരട്ടി എന്നല്ല, എക്സ്പോണൻഷ്യൽ പവറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സാധാരണ ഒരു മനുഷ്യന്റെ പഞ്ചിന് 100 PSI പ്രഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ ബ്ലാക്ക് ഫ്ലാഷ് ഉപയോഗിച്ചാൽ അത് 1,00,000 PSI ആയിട്ട് കൂടും. ഇത് നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാരുടെ കാര്യമാണ്. അപ്പോൾ യുജിയെ പോലെ ഒരാളുടെ ബ്ലാക്ക് ഫ്ലാഷ് എത്രത്തോളം പവർഫുൾ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബ്ലാക്ക് ഫ്ലാഷിന്റെ കാര്യത്തിൽ ഒരു ജീനിയസ് ആണ് യുജി. കാരണം ഇത് വേണമെന്ന് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ലെങ്കിലും ഇത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേഴ്സ്ഡ് എനർജി നല്ല രീതിക്ക് യൂസ് ചെയ്യാനുള്ള കൺട്രോളും കോൺസെൻട്രേഷനും പിന്നെ കിടിലം കോമ്പാറ്റ് സ്കിൽസും ഒക്കെ വേണം. യുജിയെ പോലെ ഒരാൾ ബ്ലാക്ക് ഫ്ലാഷിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ മാത്രം വെച്ചുകൊണ്ട് അതിന് ഇത്രയും നല്ല രീതിക്ക് പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഒരു ഫൈറ്റ് നടക്കുന്ന സമയത്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിന്ന് നല്ല രീതിക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കേഴ്സ്ഡ് എനർജി ഉപയോഗിക്കുന്ന ഒരാൾക്ക് മാത്രമേ ബ്ലാക്ക് ഫ്ലാഷ് ഉപയോഗിക്കാൻ പറ്റൂ. എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് മനസ്സിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും ബ്ലാക്ക് ഫ്ലാഷ് സംഭവിക്കില്ല. ബ്ലാക്ക് ഫ്ലാഷ് ഉപയോഗിച്ചിട്ടുള്ള ഒരാളുടെയും അത് ഉപയോഗിക്കാത്ത ഒരാളുടെയും കേഴ്സ്ഡ് എനർജിയെ മനസ്സിലാക്കാനുള്ള കഴിവിൻ്റെ വ്യത്യാസം ഹെവൻ ആൻഡ് എർത്ത് തമ്മിലുള്ള വ്യത്യാസം പോലെയാണെന്നാണ് ടോഡോ പറഞ്ഞിട്ടുള്ളത്. ബ്ലാക്ക് ഫ്ലാഷ് ഒരു പ്രാവശ്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് അയാൾ പ്രത്യേക ഒരു തരം സ്റ്റേറ്റിലായിരിക്കും. ശ്വാസം എടുക്കുന്ന അത്രയും ഈസി ആയിട്ടും സിമ്പിളായിട്ടും കേഴ്സ്ഡ് എനർജിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം അയാളുടെ പവർ നല്ല രീതിക്ക് ഇൻക്രീസ്ഡ് ആവുകയും ചെയ്യും. പിന്നെ കുറേ നേരത്തേക്ക് അവരുടെ പവർ ലെവൽ എന്ന് പറയുന്നത് 120% പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് യുജിയും ടോഡോയും എല്ലാം ബ്ലാക്ക് ഫ്ലാഷ് ഉപയോഗിച്ചതിന് ശേഷം നല്ല ഫോമിൽ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചത്. അതുപോലെ തന്നെ മാഹിറ്റോ സെക്കൻഡ് സീസണിൽ പെട്ടെന്ന് ഡൊമൈൻ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തതും ഇതുകൊണ്ട് തന്നെയാണ്. കാരണം അതിന് കുറച്ച് മുമ്പായിട്ട് തന്നെ മാഹിറ്റോയും ബ്ലാക്ക് ഫ്ലാഷ് അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ പവർ ലെവലും 120%. സോ ഇതൊക്കെയാണ് ബ്ലാക്ക് ഫ്ലാഷിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക.